രാഷ്ട്രീയ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ റബ്ബർ വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കേരള കോൺഗ്രസ് പാർട്ടികൾ. ഈ മാസം 13-ന് കടുത്തുരുത്തിയിൽ നിന്നും കോട്ടയത്തേക്ക് ലോങ് മാർച്ച് നടത്തിയാണ് ജോസഫ് ഗ്രൂപ്പ് പ്രതിഷേധം തുടങ്ങുന്നത്. അതേസമയം സർക്കാരിനെ കൊണ്ട് വില വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളിലാണ് ജോസ് കെ മാണി വിഭാഗം. ഏറെ നാളായി കിതയ്ക്കുന്ന റബ്ബർ വില മധ്യ കേരളത്തിലെ രാഷ്ട്രീയത്തിന് പ്രധാന ആയുധമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന തലത്തിൽ റബ്ബർ കർഷക സമരം നടത്താൻ ജോസഫ് ഗ്രൂപ്പ് തീരുമാനിച്ചത്. ഈ മാസം 12-ന് പ്രതിഷേധ സംഗമം കടുത്തുരുത്തിയിൽ നടക്കും. 13-ന് കോട്ടയത്തേക്ക് ലോങ് മാർച്ച്. ജനുവരി 12-ന് ഞങ്ങൾ കടുത്തുരുത്തിയിൽ നിന്ന് റബ്ബർ കർഷകന്റെ മണ്ണായ കടുത്തുരുത്തിയിൽ നിന്ന് സംസ്ഥാന തലത്തിൽ റബ്ബർ കർഷക പ്രക്ഷോഭത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാർ നിർവഹിക്കും. അതിനുശേഷം 13-ാം തീയതി രാവിലെ 8 മണി മുതൽ 30 കിലോമീറ്റർ കടുത്തുരുത്തി മുതൽ കോട്ടയം വരെ 30 കിലോമീറ്റർ ഒരു റബ്ബർ കർഷക ലോങ് മാർച്ച് എന്നുള്ളതാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. സർക്കാരിനെ കൊണ്ട് താങ്ങുവില വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ജോസ് കെ മാണി വിഭാഗം. ഇതിനായി മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ പ്രതിനിധി സംഘം പോകും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം റബ്ബറിന്റെ വിഷയമുണ്ട്. റബ്ബറിന്റെ വിഷയം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു. ഇത് കേന്ദ്രത്തിന്റെ നയത്തെ ആശ്രയിച്ചാണ്. കഴിഞ്ഞ മാസം നമ്മുടെ രാജ്ഭവന്റെ മുമ്പിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ധർണ നടത്തി. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ മന്ത്രിമാരെ കണ്ടു, നിവേദനം കൊടുത്തു. പക്ഷേ നമുക്കറിയാം നമ്മുടെ മാനിഫെസ്റ്റോയിൽ സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ട്, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മുടെ മാനിഫെസ്റ്റോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 250 ആക്കണമെന്നുള്ളതാണ്. അതുതന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ ആവശ്യവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. വീണ്ടും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നിവേദനമായി നമ്മുടെ ജനപ്രതിനിധികൾ MLA-മാരും MP-മാരും മുഖ്യമന്ത്രിയും സർക്കാരിനെ കണ്ട് വീണ്ടും ഇത് ആവശ്യപ്പെടുന്നതായിരിക്കും. അടുത്ത ബജറ്റിൽ വില സ്ഥിരതാ ഫണ്ടിലൂടെ വർധനവ് പ്രഖ്യാപിച്ച് നേട്ടം കൊയ്യുകയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ലക്ഷ്യം. നേരത്തെ LDF-ഉം കോട്ടയത്ത് റബ്ബർ കർഷക പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.